ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം ഇന്ത്യൻ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോഴാ മക്കളെ, നമ്മുടെ 7ാം ക്ലാസ്സിൽ നമുക്ക് മലയാളം ഫസ്റ്റിൽ ഒരു കഥ പഠിക്കാനുണ്ട്. നമ്മുടെ മലയാള സാഹിത്യത്തിലെ ഫലിതമായിട്ട് കഥകൾ പറയുന്ന, മലയാള സാഹിത്യത്തിലെ തമാശ രൂപത്തിൽ കഥകൾ എഴുതിയ നമ്മുടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു മനോഹരമായ കഥയാണ് വാക്ക് എന്നത്. ഇപ്പം ഈ വാക്ക് എന്ന കഥ 7ാം ക്ലാസ്സിലെ മുത്തുമണികൾ നിങ്ങൾ പഠിക്കുമ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വാക്കിൻ്റെ വില കടന്നു വരണം. നമുക്കറിയാം, നമ്മൾ പറഞ്ഞ വാക്കൊന്നും പാലിക്കാത്ത ആൾക്കാരാണ് കൂടുതലും. മിക്ക പേരും വാക്ക് കൊടുക്കും, പ്രോമിസ് ചെയ്യും, എന്നിട്ടോ നമ്മൾ ആ വാക്ക് പാലിക്കാറുണ്ടോ? ചില സമയം ഒന്നും പാലിക്കൂല അല്ലേ എൻ്റെ മാഷേ? ചില സമയം ഞാൻ എന്തൊക്കെയോ വാക്ക് കൊടുക്കും, പക്ഷേ ചില സമയം ഞാൻ ആ വാക്ക് പാലിക്കാൻ മറന്നു പോകും എന്ന് പറയുന്ന മക്കളാണോ നിങ്ങൾ? എന്നാൽ പിന്നെ കറക്റ്റാണ്. ഞാനും ചില സമയം ഈ വാക്കൊക്കെ കൊടുത്താൽ പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആശ കൊടുത്താലും നമ്മൾ എന്ത് കൊടുക്കാൻ പാടില്ല, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. അതേപോലെ വാക്കിന് വളരെ 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 വിലയുണ്ട്. അങ്ങനെ വാക്കിൻ്റെ വിലയെക്കുറിച്ച്, മനുഷ്യൻ്റെ വാക്കിൻ്റെ ആ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ മനോഹരമായ കഥയാണ് വാക്ക്. 7ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള കഥയാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ, ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഈ വാക്ക് എന്ന കഥ അടിപൊളിയായി പഠിക്കുന്നു. ഇതിൻ്റെ പ്രധാന ചോദ്യോത്തരങ്ങൾ പഠിച്ച് സെറ്റാക്കുന്നു. ഓക്കെ, വാമൊഴി, വരമൊഴി, തിരമൊഴി. വാക്കിൻ്റെ വിവിധ രൂപങ്ങൾ. വാക്കുകൾ ഭാഷയ്ക്ക് കരുത്തും വൈവിധ്യവും നൽകുന്നു അല്ലേ? വാക്കിന് വളരെ വലിയ സ്ഥാനമുണ്ട് ഭാഷയ്ക്ക്. നമ്മുടെ ഈ ഒരു ഭാഷ ഉണ്ടായത് കവിത, കഥ, നിരൂപണം, ലേഖനം, ഉപന്യാസം, തിരക്കഥ, നാടകം, നോവൽ, ചെറുകഥ തുടങ്ങിയ എല്ലാ സാഹിത്യ കൃതികളിലും എന്താണുള്ളത്? അടിസ്ഥാനം, അടിത്തറ, വേര് എന്ന് പറയുന്നത് വാക്കാണ്. ഇപ്പോൾ വാക്കിന് ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട് എന്നാണ് ഈ കഥ തമാശ രൂപത്തിൽ നമ്മോട് പറയുന്നത്. അപ്പോൾ ഒരു ആനക്കാരനും ഒരു നമ്പൂതിരിയുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. ആരൊക്കെയാണ് മക്കളെ? ആനക്കാരനും പിന്നെയോ നമ്പൂതിരിയും. ആനക്കാരനും നമ്പൂതിരിയുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. ആനക്കാരനും നമ്പൂതിരിയും. ഇനി നമുക്ക് ഇവരിലൂടെ കഥയിലേക്കും നമുക്ക് പോകാം. സെറ്റല്ലേ? ഓക്കെ. ആരാ ആ ആനപ്പുറത്ത് പോണത്? ഒന്നിറങ്ങി ഇത്ര ഇടം വരിക അല്ലേ? നമ്പൂതിരി ഇങ്ങനെ ചോദിക്കുക. നമ്പൂതിരി ഇങ്ങനെ നടന്നു പോവാം. എപ്പോഴൊരു കാഴ്ച കാണുന്നുണ്ട്. ഏതാണ്? വലിയ ആനയെ ആര് മേയിച്ചു കൊണ്ടുപോവാണ്? ഒരു ആനക്കാരൻ. അപ്പോൾ ഈ ആനക്കാരനെ കണ്ടപ്പം ഈ നമ്പൂതിരി ചോദിച്ചു, ആരാ ആനപ്പുറത്ത് പോണേ? ഒന്നിറങ്ങി ഇത്ര ഇടം വരിക അല്ലേ? നമ്പൂതിരി ചോദിച്ചു. ആനപ്പുറത്ത് പോകുന്ന ആൾ ഇറങ്ങിച്ചെന്നപ്പോൾ നമ്പൂതിരി ചോദിച്ചു, ഈ ആനപ്പുറത്ത് പോകുന്ന ആളോട് നമ്പൂതിരി ചോദിച്ചു, അസാരം ചുണ്ണാമ്പുണ്ടാ എടുക്കാൻ? നോൻ ഇല്ലത്തുനിന്ന് പുറപ്പെടുമ്പോൾ ചുണ്ണാമ്പിൻ്റെ കാര്യങ്ങൾ അന്താളിച്ചു അല്ലേ? എന്താ നമ്പൂതിരി ഭാഷയാട്ടോ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പണ്ടത്തെ നമ്പൂതിരികളുടെ ഭാഷയാണ്. അസാരം ചുണ്ണാമ്പുണ്ടോ എടുക്കാൻ? ചുണ്ണാമ്പ് എന്താ പറയുക? ചുണ്ണാമ്പ് വെറ്റിലില്ല മുറുക്കാൻ. ചുണ്ണാമ്പ് ഇങ്ങനെ ഇല കൊണ്ട് മടക്കും. ഇങ്ങനെ മടക്കി അതിന് 100 തേച്ച് നമ്മളിതാ ആ കോളാമ്പി ഏല് തുപ്പും. അതാണ് ചുണ്ണാമ്പ് വെറ്റില്. അപ്പം നമ്പൂതിരി ഇങ്ങനെ നടന്നു പോകുമ്പം ആനക്കാരൻ പോകുന്ന കണ്ടു. ആനയും ആനപ്പാപ്പാനും. ആനക്കാരൻ വെച്ചാൽ ആനപ്പാപ്പൻ. ഈ ആനപ്പാപ്പനോട് നമ്പൂതിരി ചോദിച്ചു, അസാരം ചുണ്ണാമ്പുണ്ടാ എടുക്കാൻ? നോൻ ഇല്ലത്തുനിന്ന് പുറപ്പെടുമ്പം ചുണ്ണാമ്പിൻ്റെ കാര്യം അന്താളിച്ചു അല്ലേ? ചുണ്ണാമ്പ് എടുക്കാനുണ്ടോ? നോൻ വീട്ടിൽ നിന്ന് വരുമ്പം എൻ്റെ ചുണ്ണാമ്പ് എടുക്കാൻ മറന്നു എന്ന് നമ്പൂതിരി ആരോട് പറഞ്ഞു? ആനക്കാരനോട് പറഞ്ഞു അല്ലേ? ആനക്കാരന് കലശലായ കോപമുണ്ടായെങ്കിലും നമ്പൂതിരിക്ക് ചുണ്ണാമ്പ് കൊടുത്തു. ആനക്കാരന് കോപം ഉണ്ടായി. അല്ലെങ്കിൽ നമ്പൂതിരിക്ക് എത്ര പൈസയുണ്ട്? ഈ പൈസ ഉണ്ടായിട്ടാണ് ഈ മൂപ്പര് ചുണ്ണാമ്പ് എടുക്കാണ്ട് വീട്ടിൽ നിന്ന് വന്നേ അല്ലേ? ആനക്കാരന് ചിരി വന്നു, കോപം വന്നു. ഈ ചങ്ങായിക്ക് എത്ര പൈസയുണ്ട്, എന്നാലും ചുണ്ണാമ്പ് വീട്ടിൽ നിന്ന് എടുത്തോളൂ, എൻ്റെ ചുണ്ണാമ്പ് വാങ്ങണം എന്ന് ആനക്കാരൻ ചിന്തിച്ചു. ആനക്കാരന് കലശലായ, അതായത് കഠിനമായ കോപമുണ്ടായെങ്കിലും നമ്പൂതിരിക്ക് ചുണ്ണാമ്പ് കൊടുത്തു. എന്നിട്ട് വീണ്ടും ആനപ്പുറത്ത് കയറി പോവുകയും ചെയ്തു. നമ്പൂതിരിക്ക് ചുണ്ണാമ്പ് കൊടുത്തിട്ട് ആനപ്പുറത്ത് കയറി ആര് പോയി? ആനപ്പാപ്പാൻ പോയി. സംശയില്ലോ ചോദിച്ചളയാം എന്നാൽ ഒന്നും കൂടി ചോദിക്കാം. നമ്പൂതിരി ചോദിച്ചു, ഒന്നും കൂടി ചോദിച്ചാലോ? ഒരാഗ്രഹം കൂടിയുണ്ട്. നമ്പൂതിരി ചോദിച്ചു. നമ്പൂതിരിയുടെ ശങ്ക തീർന്നപ്പോഴും ആന കുറച്ചകലെ എത്തിക്കഴിഞ്ഞിരുന്നു. അതിനാൽ ആനയുടെ പിന്നാലെ ആനക്കാരാ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു.
ഓക്കെ, ആനക്കാരാന്ന് വിളിച്ച് എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു. ഇതെന്ത് ഉപദ്രവമാണെന്ന് പിറുപിറുത്തുകൊണ്ട് ആനക്കാരൻ ആനപ്പുറത്തിരുന്നത് കൊണ്ട് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇപ്പം ഈ ആനക്കാരനോട് ചുണ്ണാമ്പ് ചോദിച്ചപ്പോൾ അയാൾ കൊടുത്തല്ലോ. ഇപ്പം ഇയാൾക്ക് വീണ്ടും കൊതിയായി. ചോദിച്ച എല്ലാം തരുന്നുണ്ട് ഇയാൾ, ഒന്നും കൂടി ചോദിച്ചു നോക്കാം. ആനക്കാരൻ ആരെ വിളിച്ചു? ഈ നമ്പൂതിരി ആനക്കാരനെ വിളിച്ചു. ആനക്കാരൻ പിറുപിറുത്തുകൊണ്ട്, ഇയാൾ എന്തൊക്കെയാണ് വിളിക്കുന്നത്, പിറുപിറുത്തുകൊണ്ട് ആനക്കാരൻ തിരിഞ്ഞു നോക്കി. ആനയും ആട് തരുമോ അല്ലേ, എനിക്ക് ആനയും കൂടി തരുമോ? താൻ ചുണ്ണാമ്പ് ചോദിച്ചപ്പം താൻ എനിക്ക് തന്നില്ലേ, ഇനി ആനയും കൂടി ഞാൻ ചോദിക്കണം, എനിക്ക് ആനയും കൂടി ഒന്ന് തരുമോ എന്ന് ആര് ചോദിച്ചു? ഈ നമ്പൂതിരി ആനക്കാരനോട് ചോദിച്ചു. തിരുമേനിക്കെന്താ പ്രാന്തുണ്ടോ എന്ന് ആനക്കാരൻ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്പൂതിരി വീണ്ടും പറഞ്ഞു അല്ലേ. ആനക്കാരൻ ചോദിച്ചു, എടാ തനിക്ക് പ്രാന്തുണ്ടാ, താൻ എന്നോട് ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നില്ലേ, ഇനി ആനനും കൂടി അനക്ക് വേണാ എന്ന് നമ്പൂതിരിയോട് ഈ ആനക്കാരൻ ചോദിക്കാൻ പോകുമ്പോഴേക്കും ഈ നമ്പൂതിരി പറഞ്ഞു, അല്ല വിഷമാണെങ്കിൽ വേണ്ടേനും, ചുണ്ണാമ്പ് ചോദിച്ചപ്പം ഒരു മടിയും കൂടാണ്ട് തന്നു, ആ നിലക്കിൽ ആനനെ ചോദിച്ചാലും ഒന്ന് തോന്നല് അല്ലേ. നമ്പൂതിരി ചോദിച്ചു, അല്ല ഞാൻ ചുണ്ണാമ്പ് ചോദിച്ചപ്പം താൻ എനിക്ക് ചുണ്ണാമ്പ് തന്നില്ലേ, ഇനി ആനനും കൂടി ചോദിച്ചാൽ താൻ എനിക്ക് ആനേനെ തരുമോ എന്നൊരു തോന്നല്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് ആനക്കാരനോട് നമ്പൂതിരി പറഞ്ഞു. അല്ല ആനക്കാരാ, ഞാൻ തന്നോട് ചുണ്ണാമ്പ് ചോദിച്ചു, താൻ എനിക്ക് തന്നു, അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൂടി ചോദിക്കാൻ, ആനേനും കൂടി ചോദിക്കാന്ന്, താൻ എനിക്ക് ആനേനും കൂടി തന്നെങ്കിലോ എന്ന് നമ്പൂതിരി ചിന്തിച്ചു. ആ നിലക്കിൽ ആനനെ ചോദിച്ചാലും തരുക്കോ എന്നൊരു തോന്നല്. സംശയം വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, ഒരു വാക്കല്ലേ ചിലവാക്കണ്ടു, കിട്ടണമെങ്കിൽ ഒരു ആനയെ കിട്ടുകയും ചെയ്യും അല്ലേ. നമ്പൂതിരി പറയാം, ഒരു സംശയം ഉണ്ടായിരുന്നു, താൻ ചോദിച്ചാൽ തരുമോ എന്ന്, താൻ ചുണ്ണാമ്പ് തന്നില്ലേ, അതേപോലെ ആനേനെ ചോദിച്ചാലും തരുമോ സംശയം ഉണ്ടായിരുന്നു, പക്ഷെ താൻ തരൂല അല്ലേ. പോയാലൊരു വാക്ക്, കിട്ടിയാലോ ആനയല്ലേ. അങ്ങനെ നമ്പൂതിരി പറഞ്ഞു, ചിലപ്പോൾ ഞാൻ ചോദിച്ചിട്ട് തന്നെങ്കിലും അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ നമ്പൂതിരി പറഞ്ഞു. ഇന്ന് വിഡ്ഢിയല്ല നമ്പൂതിരി. നമ്മുടെ വാക്കിൻ്റെ വില, നമ്മുടെ ആവശ്യത്തിന് മാത്രമേ വാക്ക് ഉരുവിടാൻ പാടുള്ളൂ, അനാവശ്യത്തിന് വാക്ക് ഉരുവിടാൻ പാടില്ല, നമ്മളെ പരിഹസിക്കപ്പെടും. നമ്പൂതിരി ആദ്യം വിചാരിച്ചു ചുണ്ണാമ്പ് ചോദിച്ചപ്പോൾ ആനക്കാരെ കൊടുത്തല്ലോ, ഇപ്പം ആനനെ ചോദിച്ചാൽ തരുമെന്ന് അയാൾ വിചാരിച്ചു, ഒരിക്കലും കിട്ടില്ല അല്ലേ. ചില വിഡ്ഢികളായ മനുഷ്യരെ കുറിച്ചാണ് ഈ നമ്പൂതിരിയിലൂടെ കുഞ്ഞുണ്ണി മാഷ് നമ്മോട് പറയുന്നത്. കിട്ടാണെങ്കിൽ ഒരു ആനനെ കിട്ടുകയും ചെയ്യും. എന്നിച്ചിട്ട് ചോദിച്ചേക്ക്, എൻ്റെ മുഖം കണ്ടപ്പോൾ നിശ്ചയമായി കിട്ടില്ല എന്ന്, ഇനി നിനക്ക് പോവാം, എനിക്കിപ്പോൾ നിശ്ചയമായി നീ എനിക്ക് ആനേനെ തരൂലാന്ന്, ഇനി നിനക്ക് പോകാം എന്ന് ആര് പറഞ്ഞു? നമ്പൂതിരി ആനക്കാരനോട് പറഞ്ഞു. എനിക്ക് ഉറപ്പാ നീ എനിക്ക് ആനേനെ തരൂലാന്ന്, എനിക്ക് പോകാം നമ്പൂതിരി ആനക്കാരനോട് പറഞ്ഞു. ആയാലൊരാന പോയാലൊരു വാക്ക് എന്ന് കാര്യമായി തന്നെ കരുതി കണ്ടതിനൊക്കെ കൈനീട്ടി ഇരിക്കുന്നവരെ കളിയാക്കിക്കൊണ്ടുള്ള ഈ നമ്പൂതിരി കഥയിൽ കാര്യമായ മറ്റൊരു കാര്യം കൂടി അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത് അല്ലേ. കുഞ്ഞുണ്ണി മാഷ് പറയാണ്, ആയാലൊരാന പോയാലൊരു വാക്ക്, എന്ത് കിട്ടിയാലും സംസാരിക്കുന്ന ആൾക്കാരെ കളിയാക്കിക്കൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് ഈ കഥ എഴുതിയത് എന്ന കാര്യമായി തന്നെ കരുതി കണ്ടതിനൊക്കെ കൈനീട്ടി ഇരക്കുന്നവരല്ല, എന്ത് കിട്ടിയാലും കൈനീട്ടി ഇരക്കുന്ന ആൾക്കാരുണ്ട്. കൈനീട്ടി ഇരക്കുന്നവരെ കളിയാക്കിക്കൊണ്ടുള്ള ഈ നമ്പൂതിരി കഥയിൽ കാര്യമായ മറ്റൊരു കാര്യം കൂടി അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത് അല്ലേ. ഈ നമ്പൂതിരി കഥയിൽ ഒരു സന്ദേശമുണ്ട്. എല്ലാ സമയത്തും കൈനീട്ടി ഇരക്കുന്നവരെക്കുറിച്ച് ഈ കഥ നമ്മോട് ചർച്ച ചെയ്യുന്നുണ്ട്. വാക്കല്ലേ, വില വേണ്ടാത്തതല്ലേ, നഷ്ടമൊന്നും പറ്റാനില്ലല്ലോ, കണ്ടമാനം ചിലവാക്കി കളയാമെന്ന് വാക്കിനെക്കുറിച്ച് ഒരു വിലയില്ലായുണ്ട് പലർക്കും അല്ലേ. വാക്കല്ലേ, വലിയ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ, എല്ലാ സ്ഥലത്തും വാക്ക് പ്രയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ആവശ്യത്തിനും ആവശ്യമില്ലാണ്ടും അനവസരത്തിനും ഒക്കെ വാക്ക് പ്രയോഗിക്കുന്ന ആൾക്കാർ, അവരൊക്കെയാണ് ഈ കഥയിലൂടെ നമ്പൂതിരി ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുന്നത്. എന്തിനും ഏതിനും വാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ കഥ വിമർശിക്കുന്നു. വാക്കിന് വില കൽപ്പിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്നാ പറയണേ. അത് ശരിയല്ല അല്ലേ, അത് ശരിയല്ല. ഏത് ശരിയല്ല? വാക്കിനെ വെറുതെ ഉപയോഗിക്കുന്നത് ശരിയല്ല നമ്പൂതിരി പറയുന്നു. വാക്കിനുള്ളത്ര വില മറ്റൊന്നിനുമില്ല അല്ലേ. മക്കൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടോ. എന്താ പറയണേ? വാക്കിന് വാക്കിനുള്ളത്ര വില മറ്റൊന്നിനുമില്ല എന്ന് പറയുന്നു. ഇപ്പോൾ വാക്കിന് ഭയങ്കര വിലയാണ്. നമ്മൾ വാക്ക് അളന്ന് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. വാക്കിന് ഭയങ്കര വിലയാണെന്നാ പറയണേ. മാത്രമല്ല മറ്റുള്ള എല്ലാറ്റിനെയും വിലയുള്ളതാക്കുന്നതും വിലയില്ലാതാക്കുന്നതും വാക്കാണ്.
നമുക്കൊക്കെ വേണ്ട കാര്യങ്ങളെ വിലയുള്ളതാക്കുന്നതും വിലയില്ലാതാക്കുന്നതും വാക്കാണ്. നമ്മുടെ വാക്ക് കൊടുത്താൽ അത് പാലിക്കണം. ഈ നമ്പൂതിരി ഒരു വിഡ്ഢിയാണ്. കാരണം ചുണ്ണാമ്പ് ചോദിച്ചപ്പോൾ അയാൾ കൊടുത്തു മര്യാദക്ക് എന്ന് വിചാരിച്ച് ആനനെ ചോദിച്ച ആനക്കാരൻ കൊടുക്കോ? ഈ നമ്പൂതിരി അവിടെ പരിഹാസം ഏറ്റുവാങ്ങിയില്ലേ, വിഡ്ഢിയായില്ലേ? അത്തരത്തിൽ നമ്മൾ വാക്ക് സൂക്ഷിച്ച് പ്രയോഗിക്കണം. വാക്കിന് വില കൽപ്പിക്കരുത്, വില കൽപ്പിക്കാതിരിക്കരുത് ഒരിക്കലും എന്നാണ് എഴുത്തിലൂടെ കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. മാത്രമല്ല മറ്റുള്ള എല്ലാറ്റിനെയും വിലയുള്ളതാക്കുന്നതും വിലയില്ലാതാക്കുന്നതും വാക്കാണ് അല്ലേ. നമ്മെ ഒരാളെ മുമ്പിൽ വിലയുള്ളതാക്കുന്നതും വിലയില്ലാതാക്കുന്നതും വാക്കാ. നമ്മൊരു കാര്യം ചെയ്യാമെന്ന് ഏറ്റു, എന്നിട്ട് ആ കാര്യം ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്കിന് വിലയില്ലാതാവുന്ന അവസരമല്ലേ. നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്ന എല്ലാ സമയവും പ്രയോഗിക്കുന്ന വാക്കാണ് വാക്ക് അല്ലേ. പറഞ്ഞ വാക്കിന് വിലയുണ്ടോടോ തനിക്ക് എന്ന് നമ്മൾ പല സമയം സംസാരിക്കാറുണ്ട്. എടാ, വാക്ക് പറഞ്ഞാൽ വാക്കാകണം. പറഞ്ഞ വാക്കിന് വിലയുണ്ടോ തനിക്ക്? ഇതൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്ന ഡയലോഗാണ് സിനിമയിലും ജീവിതത്തിലെല്ലാം. അപ്പോൾ വാക്കിന് നമ്മുടെ നിത്യജീവിതത്തിൽ വലിയ വിലയുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ നമ്പൂതിരി നമ്പൂതിരിയിലൂടെയും ആനക്കാരിലൂടെയും കുഞ്ഞുണ്ണി മാഷ് അല്ലേ. അതിനാൽ വിലയില്ലാതെ വേണ്ടാത്തിടത്ത് വിളമ്പാനുള്ളതല്ല വാക്ക്. അതുകൊണ്ട് വിലയില്ലാതെ വേണ്ടാത്തിടത്ത് എന്ത് വിളമ്പാൻ പാടില്ല, നമ്മുടെ വാക്ക് വിളമ്പാൻ പാടില്ല. വാക്കിന് വലിയ വിലയുണ്ടെന്നാണ് കഥ പറയുന്നത്. 1000 നേടാനും 1000 നശിക്കാനും വാക്കൊന്നു മതി അല്ലേ. നേടാനും നശിക്കാനും വാക്കൊന്നു മതി. അതിനാൽ ആക്കം നോക്കി തൂക്കി നോക്കി വേണം വാക്ക് ഉപയോഗിക്കാൻ. നമ്മൾ ഒരാളെ വേദനിപ്പിക്കാൻ വാക്ക് മതി, ഒരാളെ സ്നേഹിക്കാനും വാക്ക് മതി. ഒരാളെ സ്നേഹിക്കാനും സ്നേഹിക്കാതിരിക്കാനും വാക്കിനെ കൊണ്ട് സാധിക്കും. നമുക്കൊരാളെ ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹത്തോട് സംസാരിച്ചാൽ ഇഷ്ടം കൂടും. നമുക്കൊരാളെ ഭയങ്കര ഇഷ്ടമാണ്, അയാളെ വെറുപ്പിച്ചുകൊണ്ട് അയാളെ വിഷമിപ്പിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചാൽ അയാൾക്കത് വേദനയായി മാറും. ഇതാണ് വാക്കിൻ്റെ പ്രത്യേകത. നാക്കുണ്ടെങ്കിൽ തൂക്കുകയില്ല എന്നു തന്നെയല്ലേ. നാക്കുള്ളവന് നാട്ടിൽ പാതി കിട്ടുകയും ചെയ്യും. മാത്രമോ നാക്കിനെ വെന്നാലെല്ലാം വെല്ല. നാക്കുള്ളവന് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. നാക്കിന് വലിയ വിലയുണ്ട് എന്നാ പറയണേ. നാക്കുകൊണ്ടാണ് ആളുകളെ തൂക്കി നോക്കുന്നത്. അതിനാൽ സമയം നോക്കി സന്ദർഭം നോക്കി ചോദിക്കുന്നവനെ നോക്കി കേൾക്കുന്നവനെ നോക്കി വേണം പറയാൻ അല്ലേ. നാക്കുള്ളവനെ ലോകം ഭരിക്കുന്നു. രാഷ്ട്രീയക്കാരില്ലടാ അല്ലേ. വാക്കെടുക്കണം വലകിലിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാക്കിലാക്കണം അല്ലേ. നാളോട് കൂടുമ്പോൾ നേരെ നിൽക്കണം, നാലാളെ കാണുമ്പോൾ വല വിരിക്കണം, നേതാവ് ഇത് രാജാവ്. ആ പാട്ട് കേട്ടോ. അതേപോലെ രാഷ്ട്രീയക്കാരില്ലേ, നേരത്ത് വാക്ക് മാറ്റണോ ചോട് മാറ്റണോ. ആ പാട്ട് പറഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ ടൈമാണ്. ഇപ്പം എന്താണ് ഈ വാക്കൊക്കെ മാറ്റുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാർ വാക്കിന് ഭയങ്കര വില കൊള്ളിപ്പിക്കുന്ന ആൾക്കാരാണ് രാഷ്ട്രീയക്കാർ. ഒരിക്കലും അല്ല, അവർ പറഞ്ഞ വാക്ക് പാലിക്കുകയില്ല. അപ്പം വാക്കിന് വലിയ വിലയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിവ് നൽകുകയാണ് കുഞ്ഞുണ്ണി മാഷ് ഈ കഥയിലൂടെ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണം, അല്ലെങ്കിൽ ആ വാക്ക് കൊടുക്കരുത്, കൊടുക്കാതിരിക്കണം. പറഞ്ഞ വാക്ക് പിന്നെ ആന വിളിച്ചാലും പോരില്ല അല്ലേ. നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വാക്ക് കൊടുക്കാൻ പാടുള്ളൂ അല്ലേ. കൊച്ചുകുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം. അത് സാധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് സാധിച്ചു കൊടുക്കാതിരിക്കരുത്. നമ്മൾ പ്രോമിസ് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. നമ്മുടെ ഒരാളെ വിശ്വാസമാണ് വാക്ക് എന്ന് പറയുന്നത്. നമ്മളൊരാളെ വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമുക്ക് വാക്ക് കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവ്. അപ്പം നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ നമ്മോടുള്ള വിശ്വാസമാണ് അവിടെ തെറ്റു. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും വാക്ക് പാലിക്കാൻ എൻ്റെ മക്കളെ നിങ്ങൾ ശ്രമിക്കണം. പറഞ്ഞ വാക്ക് പിന്നെ ആന വലിച്ചാലും പോരില്ല. അതിനാൽ പിൻവലിക്കേണ്ടി വരാത്ത വാക്കേ പറയാവൂ. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വാക്ക് കൊടുക്കാൻ പാടില്ല, ഇല്ലെങ്കിലുള്ള വാക്ക് കൊടുക്കരുത്. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും ഒരുപോലെയാണല്ലേ. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും ഒരുപോലെ, രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മളൊരു കല്ലെറിഞ്ഞു, ഒരു കല്ല് നോക്കിയിട്ട് അറ്റ ഏറ്, ആ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഏറ് ഒരിക്കലുമില്ല. അതേപോലെ നമ്മൾ പറഞ്ഞ വാക്കും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. രണ്ടും ലക്ഷ്യത്തല്ലെങ്കിൽ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ചെന്നുകൊള്ളും എന്ന് നിശ്ചയം. ലക്ഷ്യസ്ഥാനത്ത് മാത്രമേ വാക്കും കല്ലും കൊള്ളിക്കാൻ പാടില്ലെങ്കിൽ അത് നമുക്ക് നേരെ തിരിച്ചു വരും. ഞാൻ പറഞ്ഞത് തനിക്ക് പിടിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് മടക്കിയെടുത്തു എന്ന് പലരും പറയാറുള്ളതിൽ നിന്ന് തന്നെ വാക്കിൻ്റെ സ്വഭാവം വ്യക്തമാണല്ലോ അല്ലേ. ഞാൻ ഈ നാക്കിൽ നിന്ന് വന്ന വാക്ക് നിഷ്ഫലമാകയില്ല ഒരിക്കലും. ഒരാളുടെയും നമ്മുടെ നാക്കിൽ നിന്നും ഒരു വാക്ക് വന്നാൽ ആ വാക്ക് സാധിച്ചെടുക്കാൻ സാധ്യമാക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആ പരിപാടിക്ക് നിൽക്കരുത്, നമ്മൾ വാക്ക് കൊടുക്കാൻ നിൽക്കരുത് എന്നാണ് പറയുന്നത്. വാക്കാണെങ്കിൽ നോക്കൂ ദൂരെ, അത്രയ്ക്കൊണ്ട് വാക്കിൻ്റെ ഊക്ക്. നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളതാണ് വാക്ക് അല്ലെ. വാക്കിന് വളരെ പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ എന്നാണ് അർത്ഥമാക്കുന്നത്. താപസന്മാരോട് മാത്രം, താപസരി സന്യാസിമാർ താപസന്മാരോട് മാത്രമല്ല, താമസന്മാരോട് അപ്പം നല്ലവർക്കും മോശവർക്കും വാക്കുണ്ട്.
ഈ വാക്ക് ആര് കൊടുത്താലും അത് പാലിക്കണം. നല്ല ആൾക്കാർ കൊടുത്താലും മോശം ആൾക്കാർ കൊടുത്താലും വാക്കിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. താപസന്മാരുടെ വാക്ക് മറ്റുള്ളവരെ നിഗ്രഹിക്കുന്നു അല്ലേ. താപസന്മാരുടെ വാക്ക് മറ്റും നിഗ്രഹിക്കുന്നു, ഇല്ലാതാക്കുന്നു, അനുഗ്രഹിക്കുന്നു. താമസന്മാരുടേത് അവരെ തന്നെ നിഗ്രഹിക്കുന്നു. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നല്ലവരായാലും മോശമായാലും സന്യാസിയായാലും തോന്നിയാസിയായാലും വാക്ക് കൊടുത്താൽ അത് പാലിക്കണം അല്ലേ. നല്ലതിന് വേണ്ടി മാത്രമേ വാക്ക് കൊടുക്കാനും പാടുള്ളൂ എന്നാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. വാക്കിന് വാക്കു വേണ്ട, നല്ല വാക്കിന് വ്യാഖ്യാനം വേണ്ട എന്നർത്ഥം. മറ്റൊരർത്ഥം കൂടിയുണ്ട്. മഹാന്മാരുടെ വാക്ക് പറഞ്ഞു പരത്താതെ തന്നെ വേണ്ട ദിക്കിലെല്ലാം വേണ്ടത്ര വേഗത്തിൽ വേണ്ടത്ര കാലം പ്രചരിച്ചു കൊള്ളും. അപ്പോൾ മഹാന്മാരുടെ വാക്ക് അല്ലേ, അതെല്ലാ കാലത്തും ഉണ്ടാകും. ഗാന്ധിജി പറഞ്ഞ വാക്കില്ലേ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, അതെല്ലാ കാലത്തുമുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, ഇതെല്ലാ കാലത്തും നിൽക്കുന്ന വാക്കാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഈ വാക്കുകളെല്ലാം എല്ലാ കാലത്തും നിലനിൽക്കുന്ന വാക്കുകളാണ്. അപ്പം നല്ല വാക്കുകൾ എപ്പോഴും സമൂഹത്തെ മാറ്റിമറിക്കും. ഈ നല്ല വാക്കുകൾക്ക്, നല്ല വരികൾക്ക് കാവ്യത്തിലും കഥകളിലും എഴുത്തിലും വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് കുഞ്ഞുണ്ണി മാഷി ഈ കഥയിലൂടെ, ഈ കൊച്ചു കഥയിലൂടെ പറയുന്നത്. 1000 വാക്കിന് അരച്ചെത്തി എന്ന് പറയാറുണ്ട്. അപ്പോൾ 1000 വാക്ക് വേണം. അത് വായാടികളുടെ വെറും വാക്കുകളെ കുറിച്ചുള്ള ചൊല്ലാണ്. അത്തരക്കാരുടെ 1000 വാക്ക് അരൽപ്പം പോലും തൂങ്ങില്ല. വാഗ്മിയുടെ വാക്കിന് ഈ പഴഞ്ചൊല്ലും ബാധകമല്ല. അപ്പം ഒരു വാക്കും പറഞ്ഞ പാലിക്കാത്ത ആൾക്കാരുടെ വാക്കിന് ഒരു വിലയുമില്ല, അതിനൊരു വിലയുമില്ലെന്നർത്ഥം. എന്നാൽ എല്ലാം ചെയ്യുന്ന, എല്ലാം സാധ്യമാക്കുന്ന ആൾക്കാരുടെ വാക്കിന് വലിയ വിലയുണ്ട് എന്നതിലൂടെ അർത്ഥമാക്കുന്നുണ്ട്. നമ്മുടെ വാക്കിന് വലിയ വിലയുണ്ട്. അപ്പം നല്ല വാക്കുകൾ സംസാരിക്കാൻ നമുക്ക് പറ്റണം, നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റണമെന്നാണ് ഈ കഥയിലൂടെ കുഞ്ഞിനി മാഷ് നമ്മോട് പറയുന്നത്. ആളുവില, കല്ലുവില, അതുതന്നെയാണ് വാക്കിൻ്റെയും നില അല്ലേ. ആളുവില, കല്ലുവില, അത് തന്നെയാണ് വാക്കിൻ്റെ നില. നാക്കുവില, വാക്കുവില. ഈ ഞാൻ സുവർണ ലിപികളിൽ എഴുതി ചില്ലിട്ടു വയ്ക്കത്തക്ക പല പല നല്ല വാക്കുകൾ മൈക്കിന് മുമ്പിൽ നിന്ന് മഹാസദസ്സിനെ നോക്കി ഭംഗിയായി പറയാറുണ്ട്. കുഞ്ഞുണ്ണി മാഷ് പ്രസംഗത്തിൽ പറയാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്. കുഞ്ഞുണ്ണി മാഷ് തൻ്റെ പ്രസംഗത്തിലൂടെ പറയുന്ന വാക്കുകളായിട്ട് ഇതൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പ്രസംഗത്തിലൂടെ പറയാറുണ്ട്. ചിലപ്പോൾ അതൊക്കെ ഞാൻ സാധ്യമാക്കാറുണ്ട്, ചിലപ്പോൾ എനിക്കത് സാധ്യമാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ വാക്കിന് അതിൻ്റെതായ മഹത്വവും വിലയുമുണ്ടെന്ന് കുഞ്ഞുണ്ണി മാഷി കഥയിലൂടെ എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ആരും കേൾക്കാറില്ല. കുഞ്ഞുണ്ണി മാഷി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുവെന്ന് ആരും ഒരിക്കലും ആരോടും പ്രമാണമാക്കി പറയുന്നതായി ഞാൻ ഇന്നേ വരെ കേൾക്കുകയും ഉണ്ടായിട്ടില്ല. എൻ്റെ വാക്കുകൾ എൻ്റെ കാതുകൾ കേട്ട വാക്കുകളാണ് അല്ലേ. നമ്മുടെ വാക്കുകളൊക്കെ നമ്മൾ ഏതോ എടുത്തുനിന്ന് കേട്ട വാക്കുകളാണ്. അത് നമ്മുടെ വായിൽ നിന്ന് പറയുകയും ചെയ്യുന്നു. എൻ്റെ നാക്കു പറഞ്ഞ വാക്കുകളാണ്. ഞാനുമായി ആ വാക്കുകൾക്ക് രക്തബന്ധമില്ല. എൻ്റെ വാക്ക് എൻ്റെ മകനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതായത് വാക്കിന് അത്രയധികം, എന്താ മക്കൾ ഈ വരി അർത്ഥമാക്കുന്നത്? എൻ്റെ വാക്ക് എൻ്റെ മകനാണ് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നതിലൂടെ വാക്കിന് ഒത്തിരി വിലയുണ്ട്. ആ വാക്ക് തൻ്റെ മകനെ പോലെ, തൻ്റെ അമ്മയെ പോലെ, തൻ്റെ അച്ഛനെ പോലെ, തൻ്റെ കൂടപ്പറപ്പിനെ പോലെ, തൻ്റെ രക്തബന്ധം പോലെ നമ്മൾ സ്നേഹിക്കണം. പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കണം, ഇല്ലെങ്കിൽ വാക്ക് കൊടുക്കരുത് എന്ന വലിയ ആശയമാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. അച്ഛനാണ് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. വാക്കിനോളം തൂക്കമില്ലയൂക്കൻ ഭൂമിക്കു പോലും അല്ലേ. വാക്കിനോളം തൂക്കമില്ലയൂക്കൻ ഭൂമിക്ക് പോലുമേ എന്ന വാക്യത്തിൻ്റെ വെളിച്ചം ഉൾക്കൊള്ളുന്നവരും ചുരുക്കമാണ്. ഈ വരികൾ വലിയ വരികളാട്ടോ. വാക്കിനോളം തൂക്കമില്ലയൂക്കൻ ഭൂമിക്ക് പോലും. തൻ്റെ ഭൂമിയേക്കാൾ വലിയ പ്രാധാന്യം വാക്കിനുണ്ടാ അല്ലേ. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറയാ, ഭൂമിയേക്കാൾ വലിയ തൂക്കം ഈ വാക്കിനുണ്ട്. ഭൂമിയേക്കാൾ വലുതാണ് വാക്ക്. വാക്ക് പറഞ്ഞാൽ വാക്കാകണം. പരീക്ഷയ്ക്ക് പാസ്സാകുമെന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പാസ്സാവണം. ഞാനൊരു കാറ് മേടിക്കുമെന്ന് പറഞ്ഞാൽ കാറ് മേടിക്കണം. എൻ്റെ അച്ഛനും അമ്മേനെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് പറഞ്ഞാൽ പൊന്നുപോലെ നോക്കണം. ഞാൻ ഈ 7ാം ക്ലാസ് പരീക്ഷയിൽ നല്ല പരീക്ഷയിൽ പാസ്സാവുമെന്നാൽ പാസ്സാവണം. ഞാൻ ഈ USS എക്സാമിൽ പാസ്സാവും പറഞ്ഞാൽ പാസ്സാവണം. ഞാൻ LSSന് പാസ്സാവും പറഞ്ഞാൽ പാസ്സാവണം. ഞാൻ 10th ഫുൾ A+ പാസ്സാവെന്ന് പറഞ്ഞാൽ പാസ്സാവണം. ഞാൻ നല്ല ജോലി വാങ്ങും, ഇഷ്ടപ്പെട്ട ജോലി വാങ്ങും എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം. ഞാൻ PSC പാസ്സായി ഗവൺമെൻറ് ജോലി വാങ്ങുമെന്ന് പറഞ്ഞാൽ അത് വാക്കാണ്. ആ വാക്ക് നാം പാലിക്കണം. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞാലും അത് വാക്കാണ്, അത് പാലിക്കണം. അത്തരത്തിൽ വാക്ക് പറഞ്ഞാൽ വാക്കാകണമെന്ന് പറയുന്ന വാക്കിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുകയാണ് ഈ കഥയിലൂടെ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ്. അവസാനമായി ഞാൻ എന്നോട് തന്നെ ഒരു വാക്ക്, എൻ്റെ വാക്കേ ഞാൻ കേൾക്കൂ അല്ലേ. കുഞ്ഞുണ്ണി മാഷ് ഓരോ കഥ നല്ല രസമാണ്. അവസാനമായി ഞാൻ എന്നോട് തന്നെ ഒരു വാക്ക് പറയുകയാണ്. കുഞ്ഞുണ്ണി മാഷ് പറയാണ്, അവസാനമായി ഞാൻ എന്നോട് തന്നെ ഒരു വാക്ക് പറയുകയാണ്. എന്ത് വാക്ക്? എൻ്റെ വാക്ക് മാത്രമേ ഞാൻ കേൾക്കൂ അല്ലേ. എൻ്റെ വാക്ക് മാത്രമേ ഞാൻ കേൾക്കൂ. കുഞ്ഞുണ്ണി മാഷ് പറയാണ്, എൻ്റെ വാക്ക് മാത്രമേ ഞാൻ കേൾക്കൂ. കാരണം നമ്മുടെ മനസ്സ് പറയുന്ന കാര്യം നമ്മൾ കേൾക്കുക. നമ്മുടെ മനസ്സിന് നമുക്ക് സാധിക്കാൻ കഴിയാത്ത ഒരു വാക്കും നമ്മൾ എവിടെയും കൊടുക്കരുത്. വാക്കിന് വലിയ വിലയുണ്ട്. പാലിക്കാൻ കഴിയാത്ത
ഒരു വാക്കും നമ്മൾ ആർക്കും കൊടുക്കരുത് എന്നാണ് ഈ കഥാഭാഗത്തിലൂടെ ഈ ഒരു പാഠഭാഗത്തിലൂടെ കുഞ്ഞുണ്ണി മാഷ് നമ്മോട് പറയുന്നത്. ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷും കുട്ടികളും എന്ന കൃതിയിൽ നിന്നാണ് നമ്മൾ ഈ വാക്ക് എന്ന കഥ എടുത്തത്. ഇനി നമുക്ക് ഈ കഥയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ചു പോകാം. അപ്പോൾ വാക്കിൻ്റെ പ്രാധാന്യത്തെയാണ് ഈ കഥയിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. ശംശീലോ ചോദിക്കാറെന്ന് ചോദിച്ചളയാം. നമ്പൂതിരി ചോദിച്ചത് എന്തായിരുന്നു അല്ലെ? നമ്പൂതിരി എന്താണ് സംശയിക്കാതെ ആനപ്പാപ്പനോട് ചോദിച്ചത്? ആനക്കാരൻ്റെ ആനയാണ് നമ്പൂതിരി ചോദിച്ചത് അല്ലേ? ആദ്യം നമ്പൂതിരി എന്ത് ചോദിച്ചു ആനക്കാരനോട്? ചുണ്ണാമ്പുണ്ടോ ചോദിച്ചു. പിന്നെയോ ആനക്കാരൻ കുറച്ച് കോപിച്ചെങ്കിലും ചുണ്ണാമ്പ് കൊടുത്തു. പിന്നെ നമ്പൂതിരിക്ക് ഒരു കൗശലമുണ്ടായി. എന്താണ്? ഒരു ആനേനെ ചോദിച്ചാൽ ചങ്ങായി ആനേനെ തരുമായിരിക്കും അല്ലേ? അതുകൊണ്ട് നമ്പൂതിരി ചോദിച്ചു ആനേനെ കിട്ടുമോ ചങ്ങായിയെ? തനക്കൻ ആനേനെ തരുമെന്ന് ചോദിച്ചു നമ്പൂതിരി. അപ്പോൾ ഇയാൾ പറഞ്ഞു കോപത്തോടെ, എടോ മരത്തലേ നമ്പൂതിരി താൻ ചുണ്ണാമ്പ് ചോദിച്ചപ്പോൾ തന്നു, ഇനി ആനേനെ കൂടി തനിക്ക് വേണോ? അങ്ങനെ നമ്പൂതിരി സംശയമില്ലാതെ ആനക്കാരനോട് ചോദിച്ചത് എന്താണ്? ആനയെ തരുമെന്നാണ്. അതാണ് ഉത്തരം. കണ്ടമാനം ചിലവാക്കി കളയാം, ഒരുപാട് ചിലവാക്കി കളയാം. ഒരു വിലയില്ലായ്മയുണ്ട് പലർക്കും. ഇവിടെ വിലയില്ലാതായി സൂചിപ്പിക്കുന്നത് എന്തിനാണ് അല്ലേ? ഒരു വിലയും ഇല്ലാതെ, എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിലയുള്ള കാര്യമായിട്ട് കഥാകാരൻ എന്താ പറയണത്? വാക്കിന് വിലയില്ല എന്നാണ് നമ്പൂതിരി പറയുന്നത്. വാക്കിന് വിലയില്ല നമ്പൂതിരി പറയുന്നത്. പക്ഷേ വാക്കിന് വലിയ വിലയുണ്ട് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വാക്കിന് വാക്കു വേണ്ട. ഈ പ്രയോഗത്തിലൂടെ ലേഖകൻ വ്യക്തമാക്കുന്നത് എന്ത് അല്ലേ? വാക്കിന് വാക്കുവേണ്ട എന്ന ഈ പ്രയോഗത്തിലൂടെ, വാക്കിന് വാക്കുവേണ്ട എന്ന പ്രയോഗത്തിലൂടെ ഈ ലേഖകൻ വ്യക്തമാക്കുന്നത് എന്താണ് എന്ന ചോദ്യം. നല്ല വാക്കിന് വ്യാഖ്യാനം ഒന്നും തന്നെ വേണ്ട. അതായത് നല്ല വാക്കുകൾക്ക് കൂടുതൽ അർത്ഥങ്ങളൊന്നും തന്നെ വേണ്ട എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അതായത് നല്ല വാക്കിന് വ്യാഖ്യാനം ഒന്നും തന്നെ വേണ്ട. അതായത് നല്ല വാക്കുകൾക്ക് കൂടുതൽ അർത്ഥങ്ങൾ ഒന്നും തന്നെ വേണ്ട എന്ന് എഴുത്ത് പറയും. നല്ല വാക്കിന് വ്യാഖ്യാനം ഒന്നും വേണ്ട. നല്ല വാക്ക് തന്നെയാണ്. നിങ്ങൾ എവിടെ വിജയത്തിലെത്തിയവരെ നോക്കുക, അവർ പ്രോമിസ് പാലിച്ചവരായിരിക്കും. നല്ല വാക്കുകൾ നിങ്ങൾ പഠിച്ചു മിടുക്കരാകുമെന്ന് വാക്ക് കൊടുക്കടാ, നിങ്ങളത് പാലിക്കണം, നിങ്ങൾ മിടുക്കരാകണമെന്നുകൂടി അർത്ഥമുണ്ട്. അടുത്ത ചോദ്യം എന്താ? വാക്ക് പല വിധത്തിൽ ഉപയോഗിക്കാം. വാക്കുകൾ എപ്പോഴെങ്കിലും നിങ്ങളെ സങ്കടപ്പെടുത്തുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? വാക്കുകൾ എപ്പോഴെങ്കിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളെ സന്തോഷപ്പെടുത്തിയിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? അനുഭവങ്ങൾ ഓർമ്മിച്ച് പറയുക. ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുക. മക്കൾ എന്താ ചോദ്യം? ഓർമ്മക്കുറിപ്പല്ലേ? ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കാണ് ചോദ്യം. വാക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുക. വാക്ക് പല വിധത്തിൽ ഉപയോഗിക്കാം. വാക്കുകൾ എപ്പോഴെങ്കിലും നിങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ? വാക്ക് നിങ്ങൾ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ? സന്തോഷിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അനുഭവങ്ങൾ ഓർമ്മിച്ച് പറയുക. ഇപ്പം എൻ്റെ ഒരു അനുഭവമാണെങ്കിൽ, സാറ് 7ാം ക്ലാസ്സിൽ പഠിക്കാം. സാറിൻ്റെ അച്ഛൻ എന്താണ് ഒരു സൈക്കിൾ വാങ്ങിത്തരാമെന്ന് വാക്ക് പറഞ്ഞു. സാറ് കുറേ വെയിറ്റ് ചെയ്തു. അങ്ങനെ സ്കൂള് പൂട്ടിയാന്ന് എൻ്റെ അപ്പൻ എനിക്ക് സൈക്കിൾ വാങ്ങിത്തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ അപ്പൻ പറഞ്ഞ വാക്ക് പാലിച്ചു, ഞാൻ ഹാപ്പി അല്ലേ? ഇപ്പം ഇതാണ് വാക്കിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഇപ്പം നോക്കാം. വാക്ക് പല വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാം. വാക്ക് പല വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാം. വാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. വാക്കിനൊരു പ്രത്യേകത എന്താണ്? അത് പാലിക്കണം അല്ലെങ്കിൽ പാലിക്കാതിരിക്കണം. പക്ഷെ പാലിക്കുകയാണ് ഏറ്റവും നല്ല കാര്യമെന്ന് നിങ്ങൾ ഓർമ്മിക്കുക. മനുഷ്യ മനസ്സിൽ ആഴത്തിൽ പതിയാനുള്ള പ്രത്യേകത വാക്കിനുണ്ട്. നല്ല വാക്കും ചീത്ത വാക്കും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കാനും ശുഭപ്രതീക്ഷ നൽകാനും ഒക്കെ വാക്കുകൾക്ക് സാധിക്കുമല്ലേ? മക്കളെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം കേട്ടോ. മനുഷ്യൻ്റെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കാനും ശുഭപ്രതീക്ഷ നൽകാനും ഒക്കെ വാക്കുകൾക്ക് സാധിക്കും. മനുഷ്യൻ്റെ മനസ്സിൽ ആഴത്തിൽ ആശ്വാസം, പ്രതീക്ഷ, ശുഭപ്രതീക്ഷ നൽകുവാനും എന്നാൽ വേദനിപ്പിക്കാനും വാക്കുകൾക്ക് കഴിയുമെന്നാണ് പറയണേ. അധ്യാപകർ, നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ നിങ്ങൾക്ക് ഊർജ്ജം പകർന്നു നൽകാറില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഈ മോട്ടിവേഷൻ നൽകില്ല അധ്യാപകരും മാതാപിതാക്കളും. അതൊക്കെ നല്ല വാക്കിൻ്റെ ലക്ഷണമാണെന്ന് എൻ്റെ മക്കൾ പഠിക്കണം കേട്ടോ. എന്നാൽ ചില സമയങ്ങളിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന വാക്കുകളും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് വിഷമമുള്ള വാക്കുകൾ നമ്മൾ കേൾക്കാറില്ലേ? അപ്പോൾ വാക്കുകൾക്ക് പല വേരിയൻറ്റും ഉണ്ട്, പല ഭാവങ്ങളും ഉണ്ട്. നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കില്ലേ? നമുക്ക് സന്തോഷം തരുന്ന വാക്കില്ലേ? നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കില്ലേ? നമ്മളെ കൂട്ടുകാർ നമ്മളെ ചീത്ത വിളിച്ച, അവർ നമ്മളെ കളിയാക്കിയ നമുക്ക് സങ്കടം വരും. എന്നാലോ അവർ നമ്മുടെ സന്തോഷത്തോടു കൂടി ചിരിച്ചാൽ, നമ്മളെ കൂടെ നമ്മൾ കൈയടിച്ചാൽ നമുക്ക് സന്തോഷവും വരും. ഇപ്പോൾ വാക്കുകൾക്ക് നമ്മെ സന്തോഷിപ്പിക്കാനും സങ്കടപ്പെടുത്താനും കഴിയുമെന്നാണ് പറയണേ.
അതിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. കേട്ടോ കൂട്ടുകാരെ, നമ്മൾ പാഠം അനുഭവം ഉൾക്കൊള്ളുക. നമ്മൾ ഒരാൾ വേദനിപ്പിച്ച അയാളെ തെറ്റാണ്, അയാളെ വാക്കിൻ്റെ തെറ്റാണ് മനസ്സിലാക്കുക, നമ്മളെ തെറ്റല്ല. അതുകൊണ്ടൊരു വാക്ക് കൊണ്ടുള്ള വേദനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയുമെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ആരെയും നിങ്ങളുടെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുത് ഒരിക്കലും. നല്ല വാക്കുകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും ഇടയിൽ നല്ല ഇടം നേടുക. നല്ല മക്കളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾ നല്ല വാക്കുകൾ കൊണ്ട് അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ ഇടം നേടണം. അവരെ സ്നേഹിക്കണം, അവരുടെ കൂടി ആയിരിക്കണം എന്നാണ് പറയുന്നത്. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാതെ മുന്നോട്ട് പോവുക. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ ആരെയും മുറിവേൽപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുക, നല്ല വ്യക്തികളായി മാറുക എന്ന വലിയ ആശയമാണ് ഈ കഥ നമ്മോട് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, വാക്കിൻ്റെ കരുത്ത് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. മക്കളെ, പ്രഭാഷണം വെച്ചാൽ പ്രസംഗം. ഇപ്പോൾ വാക്കിൻ്റെ കരുത്ത് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് ചോദ്യം. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പറയാണ്. നമസ്കാരം. പ്രഭാഷണം പറയുമ്പോൾ, പ്രസംഗം പറയുമ്പോൾ ആദ്യം നമസ്കാരം അല്ലെങ്കിൽ വന്ദനം അല്ലെങ്കിൽ മാനസസിന് വന്ദനം പ്രിയരെ എന്ന് തുടങ്ങാം. നമസ്കാരം. വാക്ക് എന്നത് വളരെ മനോഹരമായ കാഴ്ചപ്പാടാണ്. വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഊർജം വളരെ വലുതാണ്, അല്ലേ? വാക്കുകൊണ്ട് ഒരു മനുഷ്യന് വളരെ വലിയ ഊർജം ലഭിക്കുന്നു, അത് വളരെ വലുതാണ്. നല്ല ഒരു വാക്കിൽ നിന്നും സമൂഹത്തിന് ലഭിക്കുന്നത് കുറേ നന്മകൾ നിറഞ്ഞ കുറച്ചു മനുഷ്യരെയാണ്. നല്ല വാക്കിൽ നിന്നും സമൂഹത്തിന് നന്മ നിറഞ്ഞ ഒരുപാട് മനുഷ്യരെ ലഭിക്കുന്നു. നല്ല വാക്കുകൾ കേൾക്കുവാനും പറയുവാനും കഴിയുന്നതും നല്ല വാക്കുകൾ അനുസരിക്കാൻ കഴിയുന്നതും ഒരു മനുഷ്യൻ്റെ അനുഗ്രഹമായാണ് നാം കരുതേണ്ടത്, അല്ലേ? നല്ല വാക്കുകൾ അനുസരിക്കാൻ കഴിയുന്നതും ഒരു മനുഷ്യൻ്റെ അനുഗ്രഹമാണത്. കേൾക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അനുഗ്രഹമാണ് എന്നാണ് പറയുന്നത്. വാക്കെൻ്റെ അമ്മയും അച്ഛനുമാകുന്നു എന്ന് എഴുത്തുകാരൻ പറയുമ്പോൾ നന്മയും തിന്മയും നമ്മ വേർതിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്, അല്ലേ? വാക്കെൻ്റെ അച്ഛനും അമ്മയുമാകുന്നു. നിങ്ങളെ വരി നോക്കൂ മക്കളെ. വാക്കെൻ്റെ അമ്മയും അച്ഛനുമാകുന്നു എന്ന് എഴുത്തുകാരൻ പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയും എപ്പോഴും നമുക്ക് നല്ല വാർത്ത മാത്രമേ പറഞ്ഞുതരൂ, നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുതരൂ. അതുപോലെ തന്നെ നമ്മുടെ വാക്ക് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഒരാളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നന്മകൾക്ക് വേണ്ടി നമ്മുടെ വാക്ക് ഉപയോഗിക്കുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. തിന്മ കടന്ന മോശമായ വാക്കുകൾ നമ്മൾ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ല എന്നർത്ഥം കൂടി ഇവിടെ പ്രകടമാകുന്നുണ്ട്. അതുകൊണ്ടാണ് വാക്ക് അച്ഛനും അമ്മയും ആകുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വാക്ക് അച്ഛനും അമ്മയും ആകുന്നത് എന്ന് പറയുന്നത്. അച്ഛനെയും അമ്മയെയും പോലെ വാക്കുകൾ കരുതണമെന്ന് പറയുന്നതും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത തിരിച്ചറിയുന്നതുമാണ്. അതുകൊണ്ടാണ് വാക്ക് അച്ഛനും അമ്മയുമാണെന്ന് പറയുന്നത്. അച്ഛനും അമ്മക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രമാത്രം പ്രാധാന്യം നമ്മുടെ വാക്കുകൾക്കും ഉണ്ട് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. പിന്നെയോ, ഒരാൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാനും ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഒരു നല്ല വാക്കിലൂടെ സാധ്യമാകും. വാക്ക് മോട്ടിവേഷനിലാണ് മക്കളെ, മോട്ടിവേഷൻ. ഒരാൾക്ക് നല്ല വാക്ക് കൊടുത്തു നോക്കി അയാൾ അടിപൊളിയായിട്ട് വരും. പക്ഷെ നിങ്ങൾ അയാൾ തളർത്താൻ വേണ്ടിയുള്ള വാക്ക് പറഞ്ഞു നോക്കിയേ അവർക്ക് സങ്കടമാവും കേട്ടോ. നിങ്ങൾ ഒരാൾ നോക്കിയിട്ട് പറയും എന്ത് രസമാണ് നിന്നെ കാണാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാവും, അല്ലേ? എന്തു ഭംഗി നിന്നെ കാണാൻ എൻ്റെ ഓമലാളേ എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷവും. പക്ഷെ നമ്മളിങ്ങനെ പറയാം, നിന്നെ കാണാൻ എന്ത് ചളി, നിന്നെ കാണാൻ ഒരു രസമില്ല, ബേ ബേ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് നെഗറ്റീവ് അല്ല, അവർക്ക് അവരുടെ ജീവിതമേ വേസ്റ്റ് ആവും. അപ്പം നമ്മൾ ഒരാളെ നോക്കിയിട്ട് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യരുത്, മോശം വാക്ക് പറയരുത്, നല്ല വാക്ക് പറയുക എന്നതാണ് ഏറ്റവും വലിയ മഹത്തായ കർമ്മം. നമ്മുടെ വ്യക്തിത്വം അതുപോലെ തന്നെ നമ്മുടെ ജീവിതം കൈവിട്ടു പോകുന്നതിനും ചില വാക്കുകൾ മതി. ജീവിതം കൈവിട്ടു പോകാനും ചില വാക്കുകൾക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ വ്യക്തിത്വം ഓരോ വാക്കിലും പ്രകടമാണ്. നല്ല ഭാഷ നല്ല സംസ്കാരം കൂടിയായി മാറുന്നത് അങ്ങനെയാണ്, അല്ലേ? നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നല്ല വാക്കിൽ അടിമപ്പെട്ട് കിടക്കുന്നു. നല്ല ഭാഷയും നല്ല സംസാരവും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തും. അതുകൊണ്ട് തന്നെ മക്കളെ, മുത്തുമണികളെ, നിങ്ങൾ നല്ല വാക്ക് സംസാരിക്കണം, നല്ല വ്യക്തികളായി മാറണമെന്നാണ് സാറിന് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസംഗം അവസാനിപ്പിക്കാം. അതുകൊണ്ട് തന്നെ വാക്കിൻ്റെ മഹത്വത്തെക്കുറിച്ച്, വാക്കിൻ്റെ വലിയ വിലയെക്കുറിച്ച്, വാക്ക് എത്രമാത്രം മനുഷ്യൻ്റെ ജീവിതത്തിന് വലിയ പ്രാധാന്യം ഉൾക്കൊള്ളുന്നു എന്ന കാര്യം വ്യക്തമാക്കുകയാണ് മലയാളത്തിൽ ചിരി പടർത്തിയ തമാശകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞ കുഞ്ഞുണ്ണി മാഷിൻ്റെ കഥ, വാക്ക് എന്ന കഥ നിങ്ങളോട് പറയുന്നത്.
ഒരു പ്രസംഗ രീതിയിലാണ് കുഞ്ഞുണ്ണി മാഷ് ഈ കഥ എഴുതിയത്. തൻ്റെ ജീവിതത്തിൽ വാക്കിന് വിലയുണ്ടെന്നും തൻ്റെ ജീവിതത്തിലെ വാക്ക് എന്ന് പറയുന്നത് തൻ്റെ അച്ഛനും അമ്മയുമാണെന്നും താൻ തൻ്റെ അച്ഛനും അമ്മയും ഒരുപോലെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ വാക്കിനെയും താൻ സ്നേഹിക്കുന്നുവെന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കാൻ പറ്റുന്ന വാക്കുകൾ മാത്രമേ ആൾക്കാർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന വലിയ സന്ദേശമാണ് വാക്ക് എന്ന കഥയിലൂടെ കുഞ്ഞുണ്ണി മാഷ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ ഈ കഥാഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ വാക്കിന് വലിയ വില കൊടുക്കുക. ആ വാക്ക് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ നോക്കുക. ഒരു കാലത്തും ഒരിടത്തും നിങ്ങളുടെ വാക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. കൂടാതെ ഈ നമ്പൂതിരിയെ പോലെ വിഡ്ഢിത്തമുള്ള വാക്കും നിങ്ങൾ വിളമ്പരുത്. വാക്ക് സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.